ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എല്ലാവർക്കും വളരെ സുപരിചിതമായ മലരിക്കൽ ആമ്പൽപ്പാടത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു വെയിൽ വരുന്നതിന് മുന്നേ പോകണം, ഇല്ലെങ്കിൽ ആമ്പലൊക്കെ വാടിപ്പോവും, ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ തലേന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുന്നു, മലരിക്കലോട്ട് പോകുന്നു. പക്ഷെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഉറക്കം അങ്ങ് ശരിയായില്ല. എന്നാൽ പിന്നെ 4 മണിയായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ തട്ടിയും മുട്ടിയും ഞങ്ങൾ ഇറങ്ങിയത് 5 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നും 66 കിലോമീറ്റർ ഉണ്ട് മലരിക്കലേക്ക്. ഏകദേശം 2.25 മണിക്കൂർ എടുക്കും. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വഴിയരികിൽ നിന്നാണ് ചായയൊക്കെ കുടിച്ചത്. അല്ലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആടിപ്പാടി അവിടെ എത്തിയപ്പോൾ സമയം ഒരു 7:45 ആയിരുന്നു. വേഗം തന്നെ അവിടെ വന്ന അമ്മച്ചിയുടെ അടുത്ത് നിന്ന് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോയി. 1000 രൂപയാണ് കേട്ടോ ഒരു ഫാമിലിക്ക് 3 കിലോമീറ്റർ അപ്പുറേ പോയി ആമ്പൽപ്പാടം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ആക്കുന്നത്. സത്യം പറയാലോ 1000 രൂപയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറിപ്പോയാൽ ഒരു 400. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ബോട്ടിൽ കയറി. പക്ഷേ ചുറ്റും നോക്കിയപ്പോൾ ആമ്പൽപ്പാടമൊന്നും കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ സീസൺ കഴിഞ്ഞല്ലോ, എല്ലാം പോയി കാണും, ഇല്ലെങ്കിൽ ഇനി ഇവർ പറ്റിക്കുന്നതാണോ, പല പല തോട്ട്സ് ആയിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് യാത്ര ചെയ്താൽ മാത്രമാണ് നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ആമ്പൽ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോയ സമയത്ത് സീസൺ ഏകദേശം കഴിയാറായി. അവിടെ മോട്ടറൊക്കെ അടിച്ചു തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോട്ടിന് പോകാനായിട്ട് വളരെ പ്രയാസമായിരുന്നു. വെള്ളം വളരെ കുറവായിരുന്നു. സമയം ഏകദേശം 8 മണിയോട് അടുത്തതേ ഉള്ളൂ. പക്ഷെ പൊരി വെയിലായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് കുടയുണ്ടായിരുന്നു. പക്ഷെ വലിയ സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്ത കുട ആയതുകൊണ്ട് തന്നെ നല്ല ചൂടടിച്ചിട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ ഇറങ്ങണം. ഈ പാടത്തിൻ്റെ നടുക്കൂടി 3-4 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ വേറെ ഷെയ്ഡൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കും. പിന്നെ ഫോട്ടോസ് എടുത്താലും നല്ല രസമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ആമ്പൽത്തോട്ടം കാണാനായിട്ട്. കൂടാതെ ഇന്ത്യയിൽ നിന്ന് തന്നെ നോർത്ത് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വെയിലടിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കുന്നത് ഫുള്ളും എവിടെ ആമ്പൽപ്പാടങ്ങൾ, എവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ ഇതൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ വളരെ ഡെസ്പായിരുന്നു. എന്നാൽ പിന്നെ കയ്യിലുള്ള ഫ്ലവേഴ്സ് വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ വെയിൽ കാരണം നമ്മൾക്ക് ഫോട്ടോസിന് പോലും പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നോട് ശിവ എപ്പോഴും പറയും പോസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ പോസ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത്രയും വെയിലായിരുന്നു. ഒരു 2 മാസം മുന്നേ വരുവാണെങ്കിൽ കുറച്ചും കൂടി ആമ്പൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സീസൺ കഴിയാറായി. ഞാൻ കോളേജിൽ 2nd ഇയറോ 3rd ഇയറോ എന്തോ പഠിക്കുമ്പോഴാണ് ഈ ഒരു മലരിക്കൽ ആമ്പൽപ്പാടത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ആ സമയത്ത് പോകാൻ നോക്കിയിരുന്നു ഫ്രണ്ട്സായിട്ട്. പക്ഷെ എന്തോ പറ്റിയില്ല. അന്ന് പോകാഞ്ഞത് നന്നായുള്ളൂ. കാരണം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പോകാൻ ഉദ്ദേശിച്ചത്. യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആയിരുന്നു. ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും വെയിൽ കൊണ്ട് കരിഞ്ഞ് നാശമായേനെ. പക്ഷെ കുറച്ച് വൈകിട്ടാണെങ്കിലും കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ. പിങ്ക് മാത്രമല്ല, ഒരുപാട് വെള്ള ആമ്പലും ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന പൂവ് ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് ഒരു അമ്മ കൊണ്ടുവന്ന് തന്നതാണ്. ഒരു കെട്ടിന് 50 രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമ്മ വാങ്ങിയത്. ഫാമിലീസിന് മാത്രമല്ല, സ്റ്റുഡൻസിനും എവിടെയൊക്കെ പോകണമെന്നും കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർക്ക് ഈ 1000 രൂപ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ലോക്കൽ ഏരിയസ് ഉണ്ട്. അവിടുത്തെ ചേട്ടന്മാരൊക്കെ നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നതാണ്. ഒരു വഞ്ചിയിലായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോയില്ല, എന്നാൽ അത്യാവശ്യം ആമ്പലുള്ളിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് ഫ്ലവേഴ്സൊക്കെ പറിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റൂ കേട്ടോ. പിന്നെ പ്രീ വെഡിങ് ഷൂട്ട് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പോകുക. വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ട് ഒരു രസം ഉണ്ടാവില്ല കാണാനായിട്ട്. പിന്നെ പറയാനുള്ളത്, കുട്ടികളായിട്ട് പോകുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ഞങ്ങൾ അല്ലിയായിട്ടാണ് പോയത്. അല്ലിയുടെ ഈ ഒരു പ്രായത്തിൽ അവളുടെ കുറച്ച് ഇങ്ങനെ കുട്ടിക്കളിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരാൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ പാടത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നതെങ്കിലും അത്യാവശ്യം ആഴവും ചെളിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു ആമ്പൽപ്പാടം എത്തി. നമുക്ക് നല്ല പോസ് പറഞ്ഞു തരാനും ഫോട്ടോസ് എടുത്തു തരാനും ഒക്കെ ചേട്ടന്മാർ തയ്യാറാണ്. എൻ്റെ ഫോട്ടോസ് കൂടുതലും ശിവ തന്നെയാണ് എടുത്തു തന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി പിക്ചറാണ് ആ ചേട്ടൻ എടുത്തു തന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കല്യാണ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വഞ്ചിയിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ നിറയെ ഇതുപോലെയുള്ള ആമ്പൽപ്പൂക്കൾ പറിച്ചിട്ടിട്ടൊക്കെയാണ് ഫോട്ടോസ് എടുത്തത്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ ഒരു പ്രൈവസിയും കൂടി നോക്കണമല്ലോ. വെയിൽ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു ആമ്പൽപ്പാടത്തിൻ്റെ കാഴ്ച നമ്മളുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ചെറിയൊരു ട്രിപ്പാണെങ്കിലും നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണല്ലോ ഏറ്റവും വലുത്.
അങ്ങനെ ആമ്പൽപ്പാടമൊക്കെ കണ്ട് ഏകദേശം ഒരു 9:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചെത്തി. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അവിടെ സൗകര്യം ഉണ്ട് കേട്ടോ. പേയാൻ പാർക്കുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളവും പിന്നെ ഒരു കടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി. കുറച്ചും കൂടി ആമ്പൽപ്പാടങ്ങളും ആ ഒരു ലോക്കൽ ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ചും കൂടി തണലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.